ഭാരതം ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള ഒറ്റമൂലിയാണ് ഗാന്ധിയൻ ആശയങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. കുറവലങ്ങാട്ട് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി.എം. സുധീരൻ. കുറവലങ്ങാട് പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം വി.എം. സുധീരൻ നിർവഹിച്ചു. അക്രമരഹിതമായ ആശയങ്ങളുടെ സമൂഹത്തെ ഒന്നിച്ചു നിർത്തി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കുവാൻ മുന്നിൽ നിന്ന് പൊരുതിയ കർമ്മധീരനായ നേതാവായിരുന്നു ഗാന്ധിജിയെന്നും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം നൽകുന്ന സന്ദേശമെന്നും ലോകത്തോട് പറഞ്ഞ ഗാന്ധിജി വരും തലമുറയ്ക്കു കൂടി പാഠപുസ്തകമാകേണ്ടതുണ്ടെന്നും വി.എം. സുധീരൻ പറഞ്ഞു. രക്തവും മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചിട്ടില്ല. വരും തലമുറയ്ക്ക് ഭാവികാലത്തിന് അവിശ്വസനീയമായ അസാധാരണമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. തന്റെ ജീവിതത്തിലൂടെയാണ് തന്റെ സന്ദേശം അദ്ദേഹം പകർത്തുന്നത്. താൻ എന്തു പറഞ്ഞുവോ ആ പറയുന്നത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം, അതിന്റെ പ്രാധാന്യമാണ് ഗാന്ധിജി നമുക്ക് കാണിച്ചത്. സായുധ കലാപത്തിലൂടെ ആയിരുന്നെങ്കിൽ, രക്തരൂക്ഷിതമായ കലാപത്തിലൂടെയോ അട്ടിമറിയിലൂടെയോ ആയിരുന്നെങ്കിൽ, യുദ്ധങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ നമ്മുടെ മഹത്തായ ഭാരതം സ്വാതന്ത്ര്യം നേടിയത് ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിൽ വേണ്ടി മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായാണ് ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മജിയുടെ പ്രതിമ സ്ഥാപനം നടന്നത്. അനാച്ഛാദന ക്രമത്തിന് ശേഷം പി ഡി പോൾ സ്മാരക ഹാളിൽ ചേർന്ന സമ്മേളനം വി.എം. സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി അധ്യക്ഷയായിരുന്നു. കുറവലങ്ങാട് മാർത്തമറിയം പള്ളി ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോൻസ് ജോസഫ് എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. കുര്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി, രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ചെയർപേഴ്സണും ഡോക്ടർ ജോസ് മാത്യു കൺവീനറുമായുള്ള സമിതിയാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. 14 ലക്ഷം രൂപയാണ് പ്രതിമ സ്ഥാപിക്കുന്നതിനായി ചെലവഴിച്ചത്. 9.5 അടി ഉയരമുള്ള പ്രതിമയുടെ ശില്പി ഉണ്ണി കാനായിയാണ്. നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.